ഹലോ ഫ്രണ്ട്സ്, മാങ്ങക്കാലം കഴിയാനായ സമയത്താണ് നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്നത്. ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറമ്പിലെ മാങ്ങയും അല്ലാത്ത അമ്മ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരുപാട് മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയായിരുന്നേ. മാമ്പഴക്കറികൾ വെച്ചും അങ്ങനെയൊക്കെ വെച്ചും തിന്നും തന്നെ മടുത്തു. പിന്നെ ഞാൻ അധികം മാങ്ങ നല്ല വെറൈറ്റി മാങ്ങകളൊക്കെ കിട്ടുമ്പോഴും നാട്ടുമാങ്ങ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഷേക്ക് അടിക്കാറുണ്ട്, ജ്യൂസ് അടിക്കാറുണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ പൾപ്പടിക്കാണ്, പൾപ്പായിട്ട് വെക്കും ജ്യൂസ്. വെള്ളം ചേർക്കാണ്ട് ചെത്തിയിട്ട് പൾപ്പടിച്ച് വെച്ചിട്ട് തണുത്ത വെള്ളം പഞ്ചസാര ഇട്ട് പൾപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ജ്യൂസ് നല്ലൊരു ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കുടിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കു കൂടി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സപ്പോട്ട. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തണുത്ത കട്ടപ്പാൽ വാങ്ങി, രാവിലെ കട്ടപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കട്ടപ്പാൽ. അപ്പോൾ അതും കൂടി എടുത്ത് നമ്മൾ ഷേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാല് ഒട്ടും എന്താ പറയുക കട്ടയായി വന്നില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരമായി ഷേക്ക് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഷേക്കൊക്കെ അടിച്ച് അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബൂസ്റ്റും ചെറി, ടൂട്ടി ഫ്രൂട്ടി, കപ്പലണ്ടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചായിരുന്നു, ഹാർട്ടിനെ മിഠായി. അപ്പോൾ അവർ അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിഠായിയും കൂടി അതിൻ്റെ മുകളിൽ അവരുടേതായ തരത്തിലുള്ള ഡെക്കറേഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ് പൊടി, പിന്നെ ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ ബൂസ്റ്റ് പൊടി മസ്റ്റാണല്ലോ. എന്തായാലും നമ്മളതിന് മുകളിൽ നമ്മൾ ബൂസ്റ്റ് വിതറുമല്ലോ. അപ്പോൾ പിന്നെ രണ്ടാളും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ചിക്കു, ഒരാൾക്ക് മാംഗോ ഷേക്ക്. ഇങ്ങനെയാണ് ഇഷ്ടം എന്നല്ല, രണ്ടാളും രണ്ടും കുടിക്കും. എന്നാൽ അന്ന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെയാണ് എടുത്തത്. രണ്ടാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ രാത്രിയിലത്തെ ഡിന്നർ ഇത് തന്നെയായിരുന്നു കേട്ടോ. ആർക്കും ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് തന്നെയായി. രണ്ടാളും 1.5 ഗ്ലാസോളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കുടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക്. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഹെവി ഫീൽ ഉണ്ടാവുമല്ലോ, വയറ് നിറഞ്ഞു. അപ്പോൾ നമുക്ക് ചോറൊന്നും പിന്നെ കഴിക്കാൻ തോന്നില്ലല്ലോ. പിന്നെ അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ മാങ്ങ, ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾക്ക് ഷേക്ക് അവിടെ കുറച്ച് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും ഞാനൊക്കെ കുടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും കഴിച്ചു. ഏട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കുവാണ് കേട്ടോ. എനിക്ക് ചിക്കുവാണ് പണ്ട് മുതലേ കടയിലൊക്കെ പോയാലും ഞാൻ ചിക്കു ഷേക്കാണ് വാങ്ങി കഴിക്കാറുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് എനിക്കതാന്ന് തോന്നി. പിന്നെ ഷാർജ ഷേക്ക്, നമ്മുടെ പഴം അടിച്ചിട്ടുള്ളതും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ താല്പര്യമുള്ളതെന്ന് അതിനകത്ത് പോയി കയറി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും തരാൻ മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര എന്തോ കുഞ്ഞു പ്രോബ്ലംസ് ചാനലിനുള്ളത് കൊണ്ടാവാം വേണ്ടത്ര സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.